ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും കടമ്പകളും നിറഞ്ഞൊരു കാര്യമാണ്. അതിലേറെ ബുദ്ധിമുട്ടാണ് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭം നമ്മുടെ മുന്നിൽ കത്തിയെരിയുക എന്ന് പറയുന്നത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ഒരുപാട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും എക്സ്പോർട്ടിംഗ് അടക്കം തൻ്റെ സ്വന്തം ബിസിനസ്സിനെ ഉയർച്ചയിലേക്ക് എത്തിച്ച കെമി വീനിയേഴ്സിന്റെ ഉടമയായ മുജീബ് റഹ്മാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വാം വെൽക്കം ടു ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. താങ്ക് യു. സാറിന്റെ നാട് എവിടെയാണ്? സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട് പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. എൻ്റെ വീട്ടിൽ ഞാൻ, ഭാര്യ, 3 മക്കൾ, 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തു. മൂന്നാമത്തത് ആൺകുട്ടി, അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുള്ള ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമി വീനിയേഴ്സ് എന്ന സ്ഥാപനം. ആ സ്ഥാപനം എന്താണ്, അല്ലെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോറി, ഇൻസ്പയറിംഗ് സ്റ്റോറി എന്താണ്? കെമി വീനിയേഴ്സ് എന്നുള്ളതൊരു പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഞാനത് ആദ്യം തുടങ്ങുന്നത് വീനിയർ മാനുഫാക്ചറിങ് മാത്രമായിട്ടാണ്. പെരുമ്പാവൂർ വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രിയുടെ ഒരു ഏകദേശം വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി കണ്ടമാനമുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് 1500ഓളം മര വ്യവസായ സ്ഥാപനങ്ങൾ 40 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട്. മരവ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് അറിയപ്പെടുന്നത് പെരുമ്പാവൂരിന്. അതിൽ 600 ചില്ലാനും പ്ലൈവുഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ്. ബാക്കി വീനിയർ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്, സോമില്ലുകളുണ്ട്, തീപ്പെട്ടി കമ്പനികളുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണുള്ളത്. അത് പെരുമ്പാവൂരൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കും, ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ നമുക്ക് കാണാം. അപ്പം തീർച്ചയായിട്ടും ഈ ഫർണിച്ചർ ഷോപ്പുകളിലേക്കൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്നായിരിക്കും പ്ലൈവുഡ് പോകുന്നത് അല്ലേ? വെനീറൊക്കെ പോകുന്നത് അവിടെ? തീർച്ചയായിട്ടും. അത് പ്ലൈവുഡ് ഫർണിച്ചറിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഗതിയല്ല. ഒരുപാട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പ്ലൈവുഡ്. ഇപ്പോൾ പണ്ട് കാലത്ത് പലക കൊണ്ട്, അതായത് വണ്ണമുള്ള മരങ്ങൾ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ പലക കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന പല സംഗതികളും ഇന്ന് പ്ലൈവുഡ് കൊണ്ടാണ്. പ്ലൈവുഡ് എന്ന് പറയുന്നത് 8x4, 8x4 8 അടി നീളവും 4 അടി വീതിയുള്ള ഒരു പ്ലൈവുഡ് കുറേ ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും. പലകയാണെങ്കിൽ അത് ഒരുപാട് വണ്ണമുള്ള മരം വേണ്ടി വരും, അത്രയുള്ള 8x4 ഒരു പലക കിട്ടണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പ്ലൈവുഡിന് ഒരുപാട് സാധ്യതകളുണ്ട്. പ്ലൈവുഡ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നടക്കും. ഇന്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് പ്ലൈവുഡാണ് പോകുന്നത്. ഫ്ലോറിംഗ് വർക്കുകൾക്ക് പ്ലൈവുഡ് പോകുന്നുണ്ട്. പാക്കിംഗ് പർപ്പസിന് ഒരുപാട് പ്ലൈവുഡ് പോകുന്നുണ്ട്. ഫർണിച്ചർ പ്ലൈവുഡില്ല. ഇപ്പൊ ഒരു വീടെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിന്റെ ഉള്ളിലും പ്ലൈവുഡ് ഉണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ പ്ലൈവുഡ് ഉണ്ട്. കൂടാതെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിന് പ്ലൈവുഡ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണുള്ളത്. ഇനിയിപ്പോ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, പ്ലൈവുഡ് ഇപ്പൊ നമുക്ക് വേറെ പല സ്ഥലത്തും കിട്ടുമായിരിക്കും. എന്തുകൊണ്ടാണ് പെരുമ്പാവൂര് ഇത്രത്തോളം ഒരു പ്ലൈവുഡിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ്? പെരുമ്പാവൂര് ആദ്യകാലത്ത് ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് ഒരു സോമില്ല് നടത്തുന്ന ആൾ വന്ന് ആദ്യമായിട്ട് ഒരു സോമില്ല് ഇട്ടു. ഗുജറാത്തിൽ വന്നാണ് ഇട്ടത്. പിന്നീട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ആദ്യകാലത്ത് പെരുമ്പാവൂർ സോമില്ലുകൾ സ്ഥാപിച്ചു. അങ്ങനെ പെരുമ്പാവൂർ അതൊരു ഹബ്ബായി മാറി. കാരണം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടും പെരുമ്പാവൂർ ഏകദേശം കേരളത്തിൻ്റെ ഒരു സെൻറ്ററായിട്ട് വരും. അപ്പോൾ പ്രത്യേകിച്ച് കൂടാതെ മൂന്നാർ, ഇടുക്കി ജില്ലയുടെ താഴ്വാരാണ്. ഹൈ റേഞ്ചിൽ നിന്ന് മരങ്ങൾ വരാൻ എളുപ്പമുണ്ട്. പിന്നെ പണ്ട് കാലത്ത് പെരിയാർ പുഴയിലൂടെ മരങ്ങൾ വരുമായിരുന്നു. പുഴ വഴി മരം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പിന്നെ ഇപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് പ്രദേശത്ത് മരം വെട്ടിയാലും പെരുമ്പാവൂർ ആണ് ആദ്യം അവര് ഈ പുഴ വഴി അങ്ങനെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് ചെങ്ങാടം പോലെ കെട്ടും മരം, അങ്ങനെ കൂട്ടി കെട്ടിയിട്ട് പുഴയിലൂടെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. അങ്ങനെ അത് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പെരുമ്പാവൂര്. അപ്പൊ അങ്ങനെ വന്നു. ആദ്യം സോമില്ല, അതായത് ഫോറസ്റ്റ് തടികളൊക്കെ അന്ന് ഒക്കെ ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാവുന്ന കാലയളവായിരുന്നു അന്ന്. അങ്ങനെ റെസ്ട്രിക്ഷൻസ് കുറെ ഇപ്പൊ വർഷങ്ങളായിട്ട് അത് പാടില്ല. എനിക്ക് തോന്നുന്നത് വെട്ടി നമ്മൾ മനുഷ്യൻ കൂടുതൽ അത് മിസ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, ഇപ്പൊ ടോട്ടലി ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ ഫോറസ്റ്റിലെ മരം കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്ന ഒരു സമയത്ത് തന്നെ ഫോറസ്റ്റേഷൻ ഇല്ലാതെ ആയെങ്കിലോ എന്ന് കരുതിയിട്ട് ഗവൺമെന്റ് എടുത്ത ഡിസിഷനാണ്. പക്ഷെ അത് ഫോറസ്റ്റിൽ മരം വെട്ടാതെ ഇരിക്കുന്നതിലും നല്ലത് അത് വെട്ടി വീണ്ടും റീപ്ലാന്റ് ചെയ്യുന്നതാണെന്നുള്ള അഭിപ്രായവും ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാൻ പാടില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മരം ഇപ്പോഴും അവൈലബിൾ ആണ്. കാരണം ഇമ്പോർട്ടഡ് മരങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം പ്ലാന്റേഷൻ മരങ്ങളാണ്. ഫോറസ്റ്റ് ബർമയെന്ന് വരുന്നുണ്ട്. ഇപ്പൊ ബർമ അവർ ബാൻ ചെയ്തു. അപ്പൊ അവിടെ തന്നെ യൂണിറ്റുകൾ ഇട്ടിട്ട് അവിടുന്ന് പ്രോസസ് ചെയ്ത് ഞങ്ങൾ പ്ലൈവുഡിന് ആവശ്യമുള്ള മെറ്റീരിയൽസ്, വീനിയർ ഒക്കെ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം അവിടുന്ന് മരം വന്നുകൊണ്ടിരുന്നതാണ്. മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്.
ബ്രസീലിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ അതൊക്കെ പ്ലാന്റേഷൻ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂക്കാലി പോലെയുള്ള അല്ലെങ്കിൽ സിൽവറോക്ക്, യൂക്കാലി, പോപ്പുലാർ പോലെയുള്ള മരങ്ങളൊക്കെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. റേറ്റ് കൂടും. പക്ഷേ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം കട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരം അവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യുന്നു. ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടെയും പ്ലാന്റ് ചെയ്യുന്ന മരങ്ങൾ ഇപ്പോൾ യൂക്കാലി ആണെങ്കിൽ സിൽവർ ഓക്ക്, അതുമാതിരി മില്ലിയാഡൂബിയ പോലെയുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്ത് അതിനൊക്കെ ക്വാളിറ്റിയുള്ള മരങ്ങൾ തന്നെയാണ്. പിന്നെ അത് കൂടാതെ പ്ലൈവുഡിന് റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പാക്കിംഗ് കേസ് പർപ്പസിന് പോകുന്ന ഒരുപാട് പ്ലൈവുഡ് പാക്കിംഗ് കേസിന് പോകുന്നുണ്ട്. നമുക്ക് മെഷീനറികൾ പാക്ക് ചെയ്യാനും അതുമാതിരി ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിൽ വലിയ വലിയ മെഷീനറികൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ, ലോറിയിൽ പാഴ്സൽ സർവീസിലൊക്കെ അയക്കുന്ന ഗുഡ്സ് ലോഡ് ചെയ്ത് വിടാനൊക്കെ ഈ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലൈവുഡാണ്. പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ഇത് പോകുന്നുണ്ട്. അവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട്. പരസ്യ ബോർഡിന് പ്ലൈവുഡ് പോകുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ കൺസ്ട്രക്ഷന് ഷട്ടറിങ്ങിന് പ്ലൈവുഡ്, ഫിലിം ഫേസ് പ്ലൈവുഡ്. പണ്ട് കാലത്തൊക്കെ അറിയാലോ പലക വെച്ച് തട്ടടിച്ചുകൊണ്ടിരുന്നത്, അപ്പൊ അതൊക്കെ പ്ലൈവുഡ് ആണ്. പല ഫിനിഷിംഗ് കിട്ടും. പണ്ടത്തെ കാലത്ത് മരമാണെങ്കിൽ പോലും അതിനൊരു ഫിനിഷിംഗ് ഇല്ല. യന്ത്രങ്ങളുടെ ആ ഒരു അഭാവം കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇപ്പൊ കുറെ മെഷീൻസ് നമുക്ക് അതിനുവേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്ലൈവുഡിന് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പൊ അതാണ് കൺസ്ട്രക്ഷന് മുഴുവനും ഷട്ടറിംഗ് പർപ്പസിന് പോകുന്നത് പ്ലൈവുഡ് ആണ്. ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതില് പ്ലൈവുഡിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലാസ്റ്റിംഗും ഉണ്ടെന്ന് തോന്നണം അല്ലെ, ലോങ് ലാസ്റ്റിംഗ്. ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വെള്ളവും വെയിലൊക്കെ കൊള്ളാനുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് ഇത്ര ഒരു കുറച്ച് യൂസേജ് 5 ടൈംസ് 7 ടൈംസ് അങ്ങനെ ഓരോ, ചിലത് 10 ടൈംസ് വരെ, അങ്ങനെ ഓരോ ക്വാളിറ്റി അനുസരിച്ച് കൂടുതൽ ടൈമുകൾ നമുക്ക് കൂട്ടാം, യൂസ് ചെയ്യുന്ന ടൈം കൂട്ടാം. ഇപ്പം പ്ലൈവുഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുജീബ് കാർഡിൽ കിട്ടി. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞതനുസരിച്ചിട്ട് ഒരു പരമ്പരാഗതമായിട്ട് ബിസിനസ് ഇത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ ഇതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയിരുന്നോ എപ്പോഴെങ്കിലും? ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ആയിരുന്നു സോമില്ല്. അത് കഴിഞ്ഞ് തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. അതിനെ വീനിയർ തുടങ്ങി പ്ലൈവുഡിലേക്ക് വന്നു. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴും ഫാമിലി ഫാദറായിട്ട് തുടങ്ങിയ വേറൊരു ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക്, ലാബ് എക്യുപ്മെന്റ്സ്. ഹോസ്പിറ്റല് അതുപോലെ ഇൻഡസ്ട്രിയൽ ലാബിലേക്കൊക്കെ ഉള്ള ലാബ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. കെമി എന്ന് പറയുന്നത് അതിന്റെ പേരാണ്. കടവിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ശരിക്കും കെമി. ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ആണത്. മാനുഫാക്ചറിംഗ് ആണ് അത്. ഹോസ്പിറ്റൽ ലാബ് പെരുമ്പാവൂർ തന്നെ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ നമ്മുടെ ഐറ്റം ഉണ്ട്. കെമിയുടെ ഓവൻ, സെൻട്രിഫ്യൂജ്, വാട്ടർ ബാത്ത്, വാട്ടർ സ്റ്റില്, ബ്ലഡ് ബാങ്ക്, റെഫ്രിജറേറ്റർ, ബിയോഡ് ഇൻക്യുബേറ്റർ, അങ്ങനെയുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും പോകുന്നുണ്ട്. പിന്നെ ചില പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇടക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാനത് വിട്ടുപോയൊരു കാര്യമാണ്. അതായത് പ്ലൈവുഡ് മാത്രമല്ല അല്ലാതെ വേറെ ബിസിനസ്സും രംഗത്തേക്കും കാല് വെച്ചിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ഫാമിലി ലാബ് എക്യുപ്മെന്റ്സ്. നമ്മുടെ ഫാമിലി ബിസിനസ് ആണ്. ഓക്കെ. അപ്പൊ എന്തും മാനുഫാക്ചറിങ് അത് ആക്ച്വലി ഒരു വലിയൊരു കാര്യമാണ് മുജീബ് സർ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ഒരാള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാള് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളിതൊരു മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറയുന്നത്. അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യമൊക്കെ നമ്മൾ സംഭരിക്കണം.